ക്ഷമ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ അനുവർത്തിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു പുണ്യമാണ് ക്ഷമ എന്നുള്ളത്. നമ്മളെല്ലാവരും തന്നെ പെട്ടെന്ന് കോപിക്കുന്നവരും അത് മനസ്സിൽ സൂക്ഷിക്കുന്നവരും ഒക്കെയാണ്. ഏറ്റക്കുറച്ചിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായും അതിൽ നിന്ന് വിമുക്തരായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. ഏറ്റവും പ്രയാസമുള്ള പുണ്യം എന്ന് തന്നെ നമുക്കതിനെ പറ്റി പറയാവുന്നതാണ് ക്ഷമ. ഏറ്റവും പ്രയാസമുള്ള പുണ്യം. എന്നാൽ ഏറ്റവും ആവശ്യമുള്ള പുണ്യവും അതുതന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ക്ഷമയാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യത്തിൻ്റെ മർമ്മം. ഞാൻ ആ വാചകം ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ ആരോഗ്യത്തിൻ്റെ മർമ്മമാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് ദേഷ്യം വന്നാൽ ശരീരത്തിൽ പല ചേഞ്ചുകളും ഉണ്ടാകും. അപ്പോൾ ദേഷ്യമുള്ള ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടിയെന്ന് വിചാരിക്കാം. അയാളെ കണ്ടിട്ട് കുറേ കാലമായി. ദേഷ്യം വരുത്തുന്ന ഒരു സംഭവം നടന്നിട്ട് കാലങ്ങൾ കുറച്ചായി. അയാളെ കണ്ടിട്ടും കുറച്ച് കാലമായി. നമ്മളത് മറന്നിട്ടുണ്ടാവും. മറക്കുക എന്ന് പറയുന്നത് ക്ഷമയല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്. ആ വ്യക്തിയെ ഒരുപക്ഷെ 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ ആ പഴയ കാര്യം ഓർമ്മ വന്നു. അപ്പോൾ മറക്കുക എന്ന് പറയുന്നത് ക്ഷമിക്കുക എന്നുള്ളത് രണ്ടും തുല്യമല്ല. ക്ഷമിച്ച കാര്യം പലപ്പോഴും നമ്മുടെ ഓർമ്മയിലേക്ക് വരാം, അതിന് കുഴപ്പമില്ല. പക്ഷെ ക്ഷമിച്ചിട്ടുള്ളതാണെങ്കിൽ ആ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളെ ഒരിക്കലും നിങ്ങൾക്കൊരു നെഗറ്റീവ് ഇൻപുട്ട് തരില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ക്ഷമയും മറവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കലാണ്. മറവി എന്ന് പറയുന്നത് ആ സംഭവം നമ്മുടെ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് പോയതാണ്. ക്ഷമിക്കാത്ത അവസ്ഥ എന്ന് പറയുന്നത് അത് നമ്മുടെ ഉപബോധ മനസ്സിലും ബോധ മനസ്സിലും എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ്. എപ്പോഴും അതവിടെ ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് ദേഷ്യമുള്ള ഒരു വ്യക്തിയെ നമ്മൾ കണ്ടു. നമ്മൾ കല്യാണത്തിന് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ഭാര്യയും മക്കളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കയറി ചെല്ലുകയാണ്. അങ്ങനെ ചെന്ന് ഡ്രോയിങ് റൂമിലേക്ക് കടന്നപ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യമുള്ള ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടുന്നത്. അയാൾ നിങ്ങളെക്കാൾ നേരത്തെ അവിടെ വന്നിരിപ്പുണ്ട്. അയാളെ കണ്ട വഴി നിങ്ങൾക്ക് മനസ്സിലെന്തോ ക്ഷോഭമുണ്ടായി. നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു. ചിലപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ അയാളെ കണ്ടില്ല എന്നുള്ള മാതിരി അങ്ങ് നടന്നു പോകും. അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് ചുമക്കാം, മുഖം ചുമക്കാം, ശരീരം വിറയ്ക്കാം. അത് നിങ്ങൾ തമ്മിലുള്ള ആ ദേഷ്യത്തിൻ്റെ പകയുടെ അളവനുസരിച്ചായിരിക്കും. അങ്ങനെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് നമുക്ക് ഒരുപാട് ദ്രോഹം ചെയ്യുന്ന ഒന്നാണ്. കണ്ണിലേക്ക് രക്തം ഇരച്ചു കയറുന്നത് ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടി. ആ വ്യക്തിയെ ദേഷ്യമുള്ള ഒരാളെ കണ്ടപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടി. മുഖത്തേക്ക് രക്തം വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഹാർട്ട് ബീറ്റ് കൂടി രക്തം ഇരച്ചു കയറി. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അയാളോട് സംസാരിച്ചു, അയാളത് ഏറ്റുപിടിച്ചു, അങ്ങനെ നിങ്ങൾ തമ്മിലൊരു വാഗ്വാദം ഉണ്ടായി. ചിലപ്പോൾ നിങ്ങൾ വിറയ്ക്കാൻ തുടങ്ങും. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് വരാം. ഒരു കൊലപാതകിയാകാൻ പോലും കാരണമാകാം.
കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, മിലിറ്ററിയിൽ ജോലിയുണ്ടായിരുന്ന, ആർമിയിൽ ജോലിയുണ്ടായിരുന്ന ഒരു വ്യക്തി ഭാര്യയും ഒരുമിച്ച് താമസിക്കുകയാണ്. റിട്ടയർ ചെയ്ത് വന്ന് ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ എന്തോ പറഞ്ഞു, വഴക്കുണ്ടായി, ദേഷ്യം വന്നു. അയാളൊരു വെട്ടുകത്തി എടുത്ത് പെട്ടെന്ന് ഭാര്യയെ വെട്ടി. ഭാര്യ കുഴഞ്ഞു വീണ് മരിച്ചു. ഇത് കണ്ട് അയാൾ പെട്ടെന്ന് പോയിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു. ഒരു മാസമായിട്ടുണ്ടാവുള്ളൂ ആ വാർത്ത പത്രത്തിൽ വന്നിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ദേഷ്യം, കോപം, പക അത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. എന്തുകൊണ്ടാണ് ഈ ദേഷ്യവും കോപവും പകയും ഒക്കെ ഉണ്ടാകുന്നത്? 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ അഹങ്കാരമാണ്. ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ ആരോ ആണ് എന്നുള്ളൊരു ചിന്ത. അവനെന്നെ കണ്ടപ്പോൾ എന്താ മിണ്ടായിരുന്നേ, എന്താ മുഖം തിരിച്ചേ, എന്നെ എന്തുകൊണ്ട് ഗവനിച്ചില്ല, എന്നെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെക്കാൾ ബഹുമാനിച്ചില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത വരുന്നത് നമ്മൾ വലിയൊരു ആരോ ആണെന്നൊരു തോന്നലുണ്ട്. അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. നമ്മളൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം നമ്മൾ ആരും അല്ല, ഈ ലോകത്തിൽ നമ്മൾ ആരും അല്ല എന്നുള്ളതാണ്. ഒരു പൊടിയുടെ വില മാത്രമേ നമുക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, ഈ യൂണിവേഴ്സ്, അതിൽ നമ്മൾ താമസിക്കുന്ന ഭൂമി തന്നെ എത്രയോ ചെറിയ ഒരു അംശമാണ്. ഈ ഭൂമിയിൽ നമുക്കുള്ള വസ്തുക്കൾ എത്ര ഏക്കർ ഉണ്ടാവും? അത് എത്രയോ ചെറുതാണ്. അതുപോലെ തന്നെ നമ്മൾ ചുറ്റുമുള്ള വ്യക്തികളെ നോക്കുക, അവരെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ വലിയ ബുദ്ധിമാനാണെങ്കിലും എന്നാൽ തന്നെയും നിങ്ങൾ എത്രയോ ചെറുതാണ്. ഇന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് നമ്മുടെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ മരിച്ചത്. അദ്ദേഹത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവൻ എത്ര ബുദ്ധിമാനാണെങ്കിലും ക്ലാസ്സിൽ ഫസ്റ്റാണെങ്കിലും അവൻ എത്രയോ ചെറിയവനാണ്. നമുക്ക് മറ്റുള്ള വലിയ വലിയ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വളരെ ചെറിയൊരു വ്യക്തിയാണ്. ഊറ്റം കൊള്ളാനായിട്ട് നമുക്കൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ, തമ്പുരാനോട് നമ്മൾ എത്ര അടുത്ത് നിൽക്കുന്നുവോ അത്രയും ആണ് നമ്മുടെ വലുപ്പം. നമ്മൾ വാസ്തവത്തിലൊരു സീറോ ആണ്. പലപ്പോഴും ഇതിന് പകരം നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ വലിയ ആളാരോ ആണ്. അതാണ് അഹങ്കാരം. അതിന് ഒരു കുറവ് വരുത്തണം. എളിമ ഉള്ളൊരു ജീവിതം, ഞാൻ ഒന്നും അല്ലാത്തവനാണെന്ന് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എന്നേക്കാൾ വലിയവർ എത്രയോ പേരുണ്ട്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായാൽ നമുക്ക് ഈ മറ്റുള്ളവരോട് ഇത്തരം കാര്യങ്ങൾക്ക് കോപവും ദേഷ്യവും ഒന്നും ഉണ്ടാകില്ല. രണ്ടാമതൊന്ന്, ഇതിൻ്റെ കാരണം അസൂയയാണ്. നമ്മളെക്കാളും നന്നായിട്ട് വേറൊരാൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അസൂയ തോന്നുകയാണ് അയാളോട്. ദേഷ്യത്തിൻ്റെ തുടക്കം അവിടെയാണ്. അസൂയ ദേഷ്യമാവും, ദേഷ്യം കോപമാകും, കോപം പകയാകും. അങ്ങനെ അതാണ് അതിൻ്റെ ഡിഗ്രി. കയറി 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 വരികയാണ്. ബൈബിളിൽ അതിന് നല്ലൊരു ഉദാഹരണമുണ്ട്. സാവൂൾ രാജാവിന് ദാവീദിനോട് ദേഷ്യം തോന്നി. അതിന് കാരണം അസൂയായിരുന്നു. ദാവീദ് യുദ്ധം ജയിച്ച് വരുമ്പോൾ വഴിയരികിൽ ധാരാളം പേര് കാത്തുനിന്ന് ദാവീദിനെ ഗ്രീറ്റ് ചെയ്തു. ഇതൊക്കെ കണ്ടുകൊണ്ട് മട്ടുപ്പാവിൽ സൗൾ രാജാവ് നിൽക്കുന്നുണ്ടായിരുന്നു. ജനങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞു, സാവൂൾ ആയിരങ്ങളെ കൊന്നു. ഇത് കേട്ടപ്പോൾ രാജാവിന് നല്ല സന്തോഷം തോന്നിക്കാണും. അതിൻ്റെ കൂടെ ജനങ്ങൾ പറഞ്ഞു, ദാവീദ് 10,000-ങ്ങളെയും. ദാവീദ് സാവൂൾ രാജാവിന് ഒരു ദ്രോഹവും ചെയ്തില്ല. ആ രാജ്യത്തെ ആക്രമിക്കാൻ വന്നവരെ
ആക്രമിച്ച് കീഴടക്കി ദാവീദ് സൗൽ രാജാവിനെ രക്ഷിക്കുകയാണ് ചെയ്തത്. ആ രാജ്യത്തെയും രക്ഷിച്ചു. അങ്ങനെ ചെയ്ത ആ ദാവീദിനോട് അസൂയ തോന്നി. പിന്നെ അത് ദേഷ്യമായി, കോപമായി, പകയായി ദാവീദിനെ വധിക്കാനായിട്ട് എല്ലാ പരിശ്രമങ്ങളും നടത്തി. പക്ഷെ നടന്നില്ല. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദാവീദ് രക്ഷപ്പെട്ടു. അപ്പം അസൂയയാണ് ഇത്. നമ്മൾ വളരെ ചെറുപ്പത്തിലെ വേറെ അറുക്കേണ്ടതായ ഒരു ദുർഗുണമാണ് അസൂയ എന്ന് പറയുന്നത്. മറ്റുള്ളവരിൽ നന്മ കാണാൻ, ആ നന്മ കണ്ട് സന്തോഷിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചെറുപ്പത്തിലേ തന്നെ പരിശീലിപ്പിക്കേണ്ടതാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു പാട്ട് ഹോസ്റ്റലിൽ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. വെളിച്ചം തരയണമേ, വെളിച്ചം തരയണമേ എന്നുള്ള ഒരു പാട്ട്. അതിലൊരു 2 വരികൾ ഇങ്ങനെയാണ്: അന്യരിൽ നന്മ കാണാൻ, നന്മ കണ്ട് സന്തോഷിക്കുവാൻ, എൻ അകക്കാമ്പിനങ്ങേ വെളിച്ചം തരയണമേ എന്ന് പല കാര്യങ്ങൾക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പാട്ടിൽ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ തന്നെ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതാണ്. അധ്യാപകരിൽ നിന്ന് വിദ്യാർത്ഥികൾ കണ്ട് മനസ്സിലാക്കുന്നതാണ്. മേലധികാരികളിൽ നിന്ന് താഴെയുള്ളവർ കണ്ട് മനസ്സിലാക്കുന്നതാണ് അസൂയ. അത് ഗ്രഡ്ജ് വരെ ആയി മാറി. സൗളിൻ്റെ കേസിൽ അതാണ്. ഗ്രഡ്ജിനെ കുറിച്ച് 2 സേയിങ്സ് ഉണ്ട്. ഒന്ന്, ഗ്രഡ്ജ് ഈസ് ആങ്കർ ഇൻ കോൾഡ് സ്റ്റോറേജ്. ആങ്കർ എന്ന് വെച്ചാൽ ദേഷ്യം. അത് കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിച്ച് വെച്ചാൽ അത് അവിടെ ഇരുന്ന് വളരും. വളർന്ന് 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 അത് പകയായി തീരും. അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞ ആ വാചകം നമ്മൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി നോക്കേണ്ടതാണ്. പെട്ടെന്ന് നമ്മൾ മനുഷ്യരാണ്, പെട്ടെന്ന് കോപിച്ചു എന്നൊക്കെ വരും. ബൈബിളിൽ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്, കോപിക്കാം, പക്ഷെ പാപം ചെയ്യരുത്. നിൻ്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കരുത്. പെട്ടെന്ന് നമുക്കൊരു മനസ്സിനൊരു വിക്ഷോഭമൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷെ അത് ഉടനെ തന്നെ അത് മാറ്റിക്കളയുക. അതിനെന്താ മാർഗം എന്ന് നമുക്ക് ആലോചിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ മാർഗം കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അത് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ആ വിക്ഷോഭം ഉടനെ തന്നെ മാറ്റിക്കളയാനായിട്ട് കഴിയും. ഗ്രഡ്ജിനെ കുറിച്ച് രണ്ടാമതൊരു സെയിങ് ഇതാണ്: ഗ്രഡ്ജ് ഈസ് ആൻ ആസിഡ് വിച്ച് ഡിസ്ട്രോയ്സ് ദ കണ്ടെയ്നർ. നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ കുറച്ച് ആസിഡ് എടുത്ത് വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ, മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ ബോട്ടിൽ ഓട്ടയാവും. അത് എല്ലാം അതിൽ കൂടെ ചോർന്നു പോകും. ഗ്ലാസ് ഒഴിച്ച് ബാക്കി എല്ലാം ആസിഡ് പ്രവർത്തിച്ച് ദ്വാരം വീഴിക്കും. അതുകൊണ്ടാണ് ഗ്രഡ്ജ് ഈസ് ആൻ ആസിഡ് വിച്ച് ഡിസ്ട്രോയ്സ് ദ കണ്ടെയ്നർ എന്ന് പറയുന്നത്. ആരാണോ മനസ്സിൽ ഗ്രഡ്ജ് സൂക്ഷിക്കുന്നത് ആ വ്യക്തിക്ക് അതൊരുപാട് ദ്രോഹം ചെയ്യും. ഒരുപാട് ദ്രോഹം. പല മനുഷ്യരും രോഗികളായി തീരുന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് ഗ്രഡ്ജ് ഉള്ളത് കൊണ്ടാണ്. ആരോടെങ്കിലുമൊക്കെ ഗ്രഡ്ജ് ഉണ്ടാവും. ആ ഗ്രഡ്ജ് അതിങ്ങനെ ശരീരത്തിൽ ചില റിയാക്ഷൻസ് ഉണ്ടാക്കുകയാണ്. ശരീരത്തിൽ 2 തരം റിയാക്ഷൻസാണ് നടക്കുന്നത്. ഒന്ന്, ജീവനെ വളർത്തുന്നതും നിലനിർത്തുന്നതും. 2, ജീവനെ തളർത്തുന്നതും നശിപ്പിക്കുന്നതും. ഗ്രഡ്ജ് ഉള്ളപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന റിയാക്ഷൻസ് അത് ജീവനെ തളർത്തുന്നതാണ്. രോഗികളാകും. പലയിടത്തും നിങ്ങൾക്ക് വേദനകളൊക്കെ ഉണ്ടാകും. പല സ്ഥലത്തും പല ജോയിൻറ്റുകളിലൊക്കെ വേദനകളൊക്കെ വരുന്നതിൻ്റെ പ്രധാന കാരണം ഒന്ന്, അത് പകയാണ്. ഇത് ഒരു ഡോക്ടറെ പരിശോധിച്ചാൽ മനസ്സിലാവില്ല. ഡോക്ടറുടെ പരിശോധനയ്ക്ക് അപ്പുറമാണ് അത്. അവർക്ക് മനസ്സിലാവില്ല. പക്ഷേ ഒരു ധ്യാനം കൂടി ക്ഷമിക്കാനുള്ളവരോടൊക്കെ ക്ഷമിച്ച് കഴിയുമ്പോൾ ആ രോഗം തന്നെത്താൻ അങ്ങ് മാറിപ്പോകുന്നത് നിങ്ങൾ അനുഭവത്തിലൂടെ അറിഞ്ഞിട്ടുണ്ടാവാം,
നേരിട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ കേൾക്കുകയോ കാണുകയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അതൊരു ആസിഡാണ്. അത് കണ്ടെയ്നറിനെ ഡിസ്ട്രോയ് ചെയ്യും. ഞാൻ എൻ്റെ മനസ്സിൽ അത് സൂക്ഷിക്കാൻ പാടില്ല. അത് എത്രയും പെട്ടെന്ന് മാറ്റിക്കളയണം. എന്താണ് മാറ്റിക്കളയാനുള്ള മാർഗങ്ങൾ? മാറ്റിക്കളയാനുള്ള മാർഗങ്ങളിൽ ഒന്ന്, നിങ്ങൾക്ക് ഒരാളോട് ഒരു വൈരാഗ്യം തോന്നി. അതിന് കാരണം അയാൾ എന്തോ നിങ്ങൾക്ക് എതിരായി ചെയ്തു എന്ന് നിങ്ങൾ കേട്ടു. നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുമില്ല, പക്ഷെ നിങ്ങൾ കേട്ടതേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് അയാളോടൊരു വൈരാഗ്യമായി. ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടു എന്ന് വരും. അപ്പോൾ അത് കൂടുതൽ രൂക്ഷമാവും. അങ്ങനെ ഈ വ്യക്തിയെ പറ്റി നമ്മൾ കേട്ടത് ശരിയാവണമെന്നില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഒരു വ്യക്തി നമ്മളെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു, മോശമായ അഭിപ്രായം പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടു, അത് ശരിയാവണമെന്നില്ല. നമ്മൾ തന്നെ ചിന്തിച്ചാൽ എന്താ കുഴപ്പം? ഇത് ശരിയാണെന്ന് എന്താ? എന്നോട് പറഞ്ഞ ആൾ ഒരു പക്ഷേ മനഃപൂർവ്വം കളവ് പറഞ്ഞതാണെങ്കിലോ? അങ്ങനെ ആയിക്കൂടെ? അതല്ല, അയാൾ കേട്ടത് തെറ്റാണെങ്കിലോ? അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. ധാരാളം സാധ്യതകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കുക, അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾ അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല, എന്നെപ്പറ്റി ദ്രോഹമായിട്ടൊന്നും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അയാളോട് ക്ഷമിക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ട്. വൈരാഗ്യം തോന്നില്ല, പക തോന്നില്ല. ഇനി അഥവാ തോന്നിയാൽ തന്നെ നമുക്കത് ക്ഷമിക്കാനായിട്ട് എളുപ്പം ഉണ്ട്. രണ്ടാമതൊന്ന് നമ്മൾ ചിന്തിക്കുക, അത് സംഭവിച്ചതാണ്, യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലായി, അയാൾ അങ്ങനെ പറഞ്ഞു, അയാൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു. നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം, ആ വ്യക്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെയല്ലേ പെരുമാറുക? അതുകൊണ്ട് ആ വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാനായിട്ട് കഴിയും. മൂന്നാമത് ഒരു കാര്യം, ഞാൻ അയാളോട് ക്ഷമിച്ചില്ലെങ്കിൽ എനിക്ക് ഒരുപാട് ദ്രോഹം വരും. മാത്രമല്ല, അയാൾക്കും അത് ദ്രോഹം ഉണ്ടാവും, അയാളുടെ മനസ്സിന് സ്വസ്ഥതയുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അയാളോട് ക്ഷമിക്കുന്നതും ഞാൻ ക്ഷമിച്ചു എന്ന് അയാൾ അറിയുന്നതും രണ്ട് പേരെ സൗഖ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഇനിയും ആരോടൊക്കെയാണ് നമുക്ക് ക്ഷമിക്കാനുള്ളത്? ഒരുപാട് പേരോടുണ്ടാവും. ആരുടെയൊക്കെ കുറ്റമാണോ നമ്മൾ കാണുന്നത് അവരോടൊക്കെ ക്ഷമിക്കാനുണ്ടാവും. ഞാൻ വായ്പ ചോദിച്ചു, തന്നില്ല, ക്ഷമിക്കേണ്ടി വരും, ഞാൻ കുറ്റമായിട്ട് കാണുകയാണ്. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങി അയാൾ തിരിച്ചു തന്നില്ല, എന്നെ കണ്ടപ്പോൾ ബഹുമാനിച്ചില്ല, എന്നെപ്പറ്റി മോശമായ അഭിപ്രായം പറഞ്ഞു, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്നെ ദ്രോഹിച്ചു, എന്നെപ്പറ്റി മോശമായ കമൻറ്റ് ഇല്ലാത്തത് പറഞ്ഞു. ഒരു വക്കീലിനോട് നമുക്ക് ദേഷ്യം തോന്നാം. നമ്മളൊരു കേസ് ഏൽപ്പിച്ചു, കേസിന് പോകരുതെന്നാണ് ഞാൻ പറയാം. അഥവാ പോകേണ്ടി വന്നു, അദ്ദേഹത്തിന് നോട്ടക്കുറവ് കൊണ്ട് കേസ് തോറ്റു, അയാളോട് വൈരാഗ്യം ഉണ്ടാവും. ഒരു രോഗം വന്നു, ഒരു ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടറുടെ നോട്ടപ്പശക് കൊണ്ട് നമുക്ക് രോഗം കൂടി, നമുക്ക് കഷ്ടനഷ്ടങ്ങളുണ്ടായി, നമ്മൾ ക്ഷമിക്കണം, അയാളോട് ദേഷ്യം ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് പേരോട് നമുക്ക് ക്ഷമിക്കാനുണ്ട്. ആരുടെയൊക്കെ കുറ്റങ്ങൾ നമ്മൾ കാണുന്നുവോ അവരോടൊക്കെ ക്ഷമിക്കേണ്ടി വരും. അപ്പനോട്, അമ്മയോട്, കാരണം അവരൊന്നും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടാവില്ല. എനിക്ക് സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോൾ, അപ്പം മേടിച്ച് തന്നില്ല, അവ അപ്പനോട് ദേഷ്യമായി. ബാക്കി കുട്ടികൾക്കൊക്കെ സ്കൂട്ടർ കിട്ടി. അങ്ങനെ അതൊരു കാരണമാണ്. സ്കൂട്ടർ കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പനോട് ദേഷ്യത്തിൻ്റെ കാര്യം. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു കുറ്റം അപ്പൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തു, അപ്പോൾ അമ്മയോട് ദേഷ്യമായി. അങ്ങനെയൊക്കെ
നമുക്കിഷ്ടമില്ലാത്തത് ചെയ്യുന്നവരോടൊക്കെ നമുക്ക് ദേഷ്യം ഉണ്ടാവും. അവരോടൊക്കെ നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മുടെ നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ശരീരത്തിന് ദോഷം വരും, മനസ്സിന് ദോഷം വരും, നമ്മുടെ ആത്മാവിനും ദ്രോഹം വരും. അത് ആത്മരക്ഷയ്ക്ക് തന്നെ അത് ദ്രോഹം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ക്ഷമിക്കാൻ ഒരു കാരണം ഉണ്ടാക്കി ക്ഷമിക്കാം. സാധാരണയായിട്ട് പറയും ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കുക എന്ന്. സാറിൻ്റെ കല്യാണങ്ങൾക്കൊക്കെ എന്തെങ്കിലും വഴക്കുണ്ടാവും. എന്നെ നേരത്തെ ക്ഷണിച്ചില്ല, എന്നെക്കാളും മുമ്പ് അയാളെ വിളിച്ചു തിരുത്തി, എന്നെ ബഹുമാനിച്ചില്ല, ഇങ്ങനെ കുറേ 100,000 കാര്യങ്ങളുണ്ടാവും. എന്നെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നപ്പോൾ അതിൽ കുറച്ച് കുറവുകളുണ്ടായി. ഇന്നിപ്പോൾ അതൊക്കെ മാറി, പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും വഴക്കുണ്ടാകുന്ന ഒരു സന്ദർഭമാണ് ഒരു കല്യാണം. ഒന്നും ഉണ്ടായില്ലെങ്കിൽ എല്ലാവരും നിലത്തിരുന്നാണ് ഊണ് കഴിക്കുക. അപ്പോൾ ആരുടെയെങ്കിലും ഇലയിലും ഒന്ന് ചവിട്ടും. അപ്പോൾ ചോദിക്കും, എന്താ എൻ്റെ ഇലയിൽ ചവിട്ടിയേ? അപ്പോൾ ഇയാൾ ചിരിച്ചു ചോദിച്ചു, എന്താ നിൻ്റെ ഇലയിൽ ചവിട്ടിയ കൂടെ? അങ്ങനെ അതൊരു വഴക്കായി. അങ്ങനെ ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കുക, ഒരു കാരണം കണ്ടെത്തി വഴക്കുണ്ടാക്കുക. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ മറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഒരു കാരണം കണ്ടെത്തി ക്ഷമിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണം കണ്ടെത്തി ക്ഷമിക്കുക. അതിനെന്താ മാർഗം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അങ്ങനെ ക്ഷമിച്ചാൽ നമ്മളാണ് അതിൻ്റെ ഗുണഭോക്താവ്. പിന്നെ നമുക്ക് ആരോടൊക്കെ നമ്മൾ ക്ഷമിക്കാനുണ്ട്? ഞാൻ പറഞ്ഞു, കുറ്റം കാണുന്ന എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാനുണ്ട്. നമുക്ക് ചിലർക്കൊക്കെ ദൈവത്തോട് ക്ഷമിക്കാനുണ്ട്. എന്താ കാരണം എന്നറിയാമോ? ദൈവമാണ് തൻ്റെ ജീവിതത്തിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. ദിവസവും പള്ളിയിൽ പോയിരുന്നു, ദിവസം ജപമാല ചൊല്ലിയിരുന്നു, ദിവസം കുരിശൻ്റെ വഴി, ദിവസം ധാരാളം നന്മ പ്രവർത്തികളൊക്കെ ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ട് എനിക്കിത് വന്നു? ദൈവം എന്തുകൊണ്ട് അത് തടഞ്ഞില്ല? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ വേളാങ്കണ്ണിക്ക് പോയിട്ട് വരുമ്പോഴാണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായത്, എന്തുകൊണ്ട് ദൈവം തടഞ്ഞില്ല? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ദൈവത്തോട് പങ്കുവെട്ടി നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവമല്ല ഇതൊന്നും ചെയ്തത്, ദൈവം നന്മ മാത്രമേ ചെയ്യുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും വേദനയും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാകുന്നത് ദൈവം തരുന്നത് കൊണ്ടല്ല. രണ്ട് കാര്യങ്ങളാണ്. രണ്ട് കാരണങ്ങൾ ഞാൻ പറയാണ്. അതിലൊന്ന്, ദൈവത്തിൻ്റെ കയ്യിൽ ദുഃഖമോ ദുരിതമോ വേദനയോ പരാജയമോ രോഗമോ ഒന്നുമില്ല. പിന്നെ എങ്ങനെ ദൈവത്തിന് തരാൻ പറ്റുക? രണ്ടാമതൊന്ന്, ദൈവവചന അടിസ്ഥാനത്തിലാണ്. യാക്കോസ്ലീഹ പറയുന്നുണ്ട്, പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ആരും പറയാതിരിക്കട്ടെ. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് പാപത്തിലാകുമ്പോൾ, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെയും. എൻ്റെ പ്രിയ സഹോദരരെ, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത് എന്നൊക്കെ കൃത്യമായിട്ട് യാക്കോസ്ലീഹ പറയുന്നുണ്ട്. ദൈവം ഒരിക്കലും നമുക്ക് തിന്മ തരുന്നില്ല. നമുക്ക് തിന്മ തരുന്നത് മുഴുവൻ പിശാചാണ്. അത് നേരിട്ടല്ല പിശാച് തരുന്നത്, മറ്റുള്ള വ്യക്തികളിലൂടെയും നമ്മളിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ ചുറ്റുമുള്ളവരുടെ പ്രവർത്തനങ്ങളിലൂടെയുമാണ് നമുക്ക് തിന്മ വരുന്നത്. അത് പിശാചാണ് തരുന്നത്. പക്ഷേ ഈ വിവരം തമ്പുരാനറിയാം. തമ്പുരാൻ്റെ അറിവോടുകൂടിയാണ്. തമ്പുരാൻ നമുക്ക് മെസ്സേജ് തരും, ദേ ഇങ്ങനൊരു കുഴപ്പമുണ്ട്, നീ ശ്രദ്ധിക്കണം എന്ന് മെസ്സേജ് തരും. പക്ഷെ അതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുന്നത് കൊണ്ട് തമ്പുരാൻ തരുന്ന മെസ്സേജ് നമ്മൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്രകാരം ചെയ്യുന്നു. നമ്മുടെ കൂട്ടുകാർ മറ്റുള്ളവരും ചെയ്യാൻ തുടങ്ങുമ്പോൾ പറയുന്നുണ്ടാവും, ദൈവം അവർക്ക് മെസ്സേജ് കൊടുക്കുന്നുണ്ടാവും, മോനെ ഇത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അവനവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ദ്രോഹം നമ്മൾ കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ക്ഷമ, ഒരിക്കൽ കൂടി ആ വാചകം പറയട്ടെ, നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യത്തിൻ്റെ മർമ്മസ്ഥാനമാണ് ക്ഷമ. അത് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള പുണ്യമാണ്. കഠിന അധ്വാനം ചെയ്ത് അത് എടുക്കുക. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലൊന്നാണ് അത് ക്ഷമ. പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിക്കുക. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനായിട്ട്
നിങ്ങളുടെ ജീവിതത്തെ അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആരോടും എപ്പോഴും ക്ഷമിക്കാനുള്ള കൃപ കിട്ടും. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.